Hi all, welcome to Mentor Minds. നമുക്കിന്ന് കെമിസ്ട്രിയിൽ ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് ഇത് മൂന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആൽക്കൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈഡ്രോ കാർബൺസ് ആണ് അല്ലേ? കാർബൺ ഹൈഡ്രജൻ്റെ കോമ്പൗണ്ട്സ് ആണ്. അപ്പം ഇതിൽ ആൽക്കൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ബോണ്ടാണ് ഉണ്ടാവുക. ആൽക്കീൻസിൽ ഡബിൾ ബോണ്ടും ആൽക്കൈൻസിൽ ട്രിപ്പിൾ ബോണ്ടുമാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കീൻസ് ആണെങ്കിൽ CnH2n ആൽക്കെയിൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു +2ഉം ആൽക്കൈൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു -2 ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ഒരു കോമ്പൗണ്ട് തന്നിട്ട് അത് ആൽക്കീൻ ആണോ അല്ലെങ്കിൽ ആൽക്കൈൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ C2H6 ആണ്. അപ്പം അതിൽ 2 എന്ന് പറയുന്നതാണ് N. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? CnH2n ആണ് അല്ലേ? നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ N എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ C2H2nന് പകരം 2 × 2 ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? C2H4 എന്ന് കിട്ടും. അപ്പം നമ്മൾ ഇത്ര വരെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. നമുക്ക് കിട്ടിയത് 4ഉം കിട്ടേണ്ടത് ക്വസ്റ്റ്യനിൽ 6ഉം ആണ്. അപ്പം 4 + 2 ആണല്ലേ 6 വരിക. അപ്പം +2 ചെയ്യണം. അങ്ങനെ +2 ചെയ്യുവാണെങ്കിൽ എന്താണത്? ആൽക്കെയിൻ ആണ്. നമുക്കൊരു ക്വസ്റ്റ്യനോട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ C5H12 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ Nൻ്റെ വാല്യൂ എന്ത് വരും? 5 ആണ്. N = 5 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ CnH2n ഇട്ട് കൊടുക്കുമ്പം C2H2n അല്ലേ? 2Nന് പകരം 2 × 5 വരും. അപ്പോൾ എന്ത് വരും? C5H10 ആണ് വരിക. ഓക്കെ, അപ്പോൾ H10 അത്ര വരെ എഴുതി കഴിഞ്ഞാൽ നേരെ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. H10 നമുക്ക് കിട്ടേണ്ടത് 12 ആണ്. അപ്പോൾ എന്ത് വരണം? +2 വരണം അല്ലേ? അങ്ങനെ CnH2n +2 ആണെങ്കിൽ അതൊരു ആൽക്കെയിൻ ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആൽക്കൈൻ ആണോ ആൽക്കൈൻ ആണോ എന്നുള്ളത്.